സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ദോശ ഉണ്ടാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. 2 ഗ്ലാസ് പച്ചരി 3 മണിക്കൂർ നേരം കുതിർത്തതാണ്. 1 ഗ്ലാസ് ചോറ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തേങ്ങ. അപ്പോൾ ഞാൻ തേങ്ങ കൊത്തായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ അടിവശത്തെ ചുവന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ നോക്കിയാൽ 2 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ തേങ്ങ. ഇനി നമുക്ക് ഈ കുതിർത്ത് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ചോറ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചോറ് എന്നുള്ള അളവാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കാം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ട മാവ് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്. ഇതേപോലെ ഉണ്ടാവണം കേട്ടോ മാവ്. ഇനി നമ്മൾ മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒരു 3-5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ രാത്രിയാണ് കേട്ടോ അരച്ച് വെച്ചേക്കുന്നത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഒരുപാട് മാവ് പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. പക്ഷേ എന്നാലും നല്ല പതഞ്ഞിട്ടിരിക്കുന്നുണ്ട് മാവ്. നമ്മളിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരുപാട് നേരം തൊട്ട് ഇളക്കണ്ട. അതേപോലെ ഒന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു കല്ലാണ് കേട്ടോ എടുത്തേക്കുന്നത്. കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് 2 കയ്യിലും മാവ് ഒന്ന് ഒഴിക്കാം. ഒരുപാട് ചുറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പതുക്കേനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നിറയെ ഓട്ട വരും. ഓട്ട വന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. വെന്ത് കിട്ടും. പിന്നെ ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് അങ്ങനെ തന്നെ എടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശം ഒന്ന് മുരിഞ്ഞിരിക്കും, മേലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല സ്വാദുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ഞാൻ ഒന്നും കൂടെ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെ എണ്ണയൊന്ന് തടവി കൊടുത്താൽ മതി. വേറെ എണ്ണയൊന്നും നമ്മൾ ഒഴിക്കണില്ല. ഈ തടവണ എണ്ണ മാത്രമേ ഒഴിക്കണുള്ളൂ. ഒന്ന് പരത്തി കൊടുക്കുക. നിറയെ ഓട്ടകൾ വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നല്ല സ്വാദുള്ളൊരു ദോശയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഈ ദോശയ്ക്ക് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാ ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. തേങ്ങാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് ഉണക്കമുളക്, കുറച്ച് പൊട്ടുകടല, 1 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മുളക് ഒന്ന് വറുത്തെടുക്കാം. ഈ വറുത്ത മുളക് നമുക്ക് ഈ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ പൊട്ടുകടലയും ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതും നമ്മൾ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം പുളി, അധികം ചേർക്കേണ്ട, ചെറിയൊരു കഷ്ണം പുളി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ ചട്നിക്ക് ആവശ്യത്തിന്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇടണുള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നടിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം കേട്ടോ. വറുത്തിടാനായിട്ട് കടുകും കറിവേപ്പില, പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കോട്ടൺ ദോശയും തേങ്ങാ ചട്നിയും റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.